നമ്മളെ ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ റൂമിൽ നിന്ന് ഇവിടെ പൊള്ളാച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാണ്ട്. അപ്പൊ അങ്ങോട്ട് വേണ്ടി ഇറങ്ങണ രാവിലെ തന്നെ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാതെ ഇനി എപ്പോഴാ തിരിച്ചു വരിക എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല. ഇറങ്ങിയ അപ്പൊ അതുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്യാണ്ട് നമ്മൾ ഇവിടുന്ന് പോവാ. ചിലപ്പോ റിസ്ക് ആയിരിക്കും റൂം വെക്കേറ്റ് ചെയ്യാതെ നമ്മൾ പോകുന്നത്. ചിലപ്പോൾ നമുക്ക് അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ചെക്കൗട്ട് ടൈം കഴിയും. അപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഫസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ട് രാവിലെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. ഇവിടെ താഴെ ഇറങ്ങിയാലേ തന്നെ അറിയുള്ളൂ എവിടെ ഭക്ഷണം കിട്ടാന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മൾക്ക് എന്താണ് രാവിലെ ഫ്രഷ് ആവാനും കൂടി മര്യാദക്ക് വെള്ളമില്ലായിരുന്നു ആർക്കും. അണ്ണാ മറ്റേ ഇടോ നേരത്തെ സ്വന്തനാ എന്നെ ടീ നെല്ലിക്കൊണ്ട മാടയോ ഓട്ടോ കിടക്കുമാ ബസ്സിലെയാ ബസ് இருக்கா 18 കിലോമീറ്ററാ ബസ് നമ്പർ 18 ആ ബസ് ഉണ്ട് ബസ് നമ്പർ 18 അങ്ങ് കിടക്കുമാ அப்படியா ഓക്കെ ഓക്കെ നമ്മൾ അല്ല ഇന്നലെ രാത്രി നമ്മൾക്ക് വേണ്ട സംഭവം അണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണൻ നല്ല മൂടായിരുന്നു നല്ല ഫിറ്റായിരുന്നു. അപ്പം അതുകൊണ്ട് വീപ്പരാൾ അത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ നേരം വെളുത്ത് ചോദിച്ചപ്പോൾ അയാൾക്ക് ആ ഒരു സംഭവം തന്നെ അറിയണില്ല. അയാൾ ഇന്നലെ രാത്രി പറഞ്ഞ വാക്കിൻ്റെ ആ ഒരു വിശ്വാസത്തിൽ ഇന്നലെ കയറിയിരുന്നത്. അപ്പോൾ ഇനി നമുക്കിവിടെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ. ഇവിടുന്ന് അടിക്കാം ഇവിടുന്ന് അടിക്കാം ആ കേറിക്കോ. എവിടെ അവിടെ പോണേ പോവാ വാരാ. രണ്ടാമത്തെ ദിവസം നമുക്ക് നല്ല ഫുഡ് കിട്ടിയാലേ ഇവിടുന്നോ ഇവിടുന്ന് രാത്രി നമുക്ക് നല്ല ഭക്ഷണം കിട്ടി. രാവിലത്തെ എന്താ എൻ്റെ പാട് അടിപൊളിയാണ്. അത് നല്ല വൃത്തിയുണ്ട്. വൃത്തിയുണ്ട്. മെയിനായിട്ട് കാപ്പിയാ ആ 2 ചായ ആ കാപ്പി ആ ഓക്കെ ഓക്കെ എടുത്തോ. അടിപൊളി ഞാൻ കൊറേ തിന്നതാ. ഞാൻ എന്നിട്ടാൽ തിന്നു. നമ്മളിവിടെ വിചാരിച്ച സ്ഥലത്തൊന്നും നമ്മളെ സാധനം കിട്ടിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ തമിഴ്നാടായാലും വേറെ പുറത്ത് നമ്മളെ കേരളത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ടാണിത്. നമ്മൾ ടൗണിലേക്കാണ് ചിലപ്പോൾ വന്ന് ഇറങ്ങാം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ കുറേ ഉള്ളി ഏരിയയിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ഏരിയയിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ പലരോടും പല സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ ഒരു സ്ഥലത്തേക്ക് എത്തിയാൽ ചിലപ്പം ബസ് ഉണ്ടാവില്ല, ഓട്ടോ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് 1 കിലോമീറ്ററും കൂടി മുന്നിലേക്ക് നടക്കണം. എന്നിട്ട് അവിടെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു മാർക്കറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന സംഭവം മാർക്കറ്റിൽ ഉണ്ടോ അതല്ല ഈ ആൾക്കാരൊക്കെ പറഞ്ഞ മാർക്കറ്റിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ പറഞ്ഞ മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത്. അതിവിടെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. ഉള്ളി പച്ചക്കറി ഐറ്റംസുകളൊക്കെ ഒരു വലിയൊരു മാർക്കറ്റാണ്. ചിലയിടത്ത് ഉള്ളി മാത്രം, ചിലയിടത്ത് ഇത് ഉള്ളിയുടെ ആണ്. ഉള്ളിയുടെ ഒക്കെ ഫുൾ ഹോൾസെയില്. ചെറിയുള്ളി, വെല്ലുള്ളി, ഫുള്ള് ഉള്ളികളുടെ മാത്രം ഒരു മാർക്കറ്റ്. അപ്പോൾ കുറേ മാർക്കറ്റുകളുണ്ട്.
അതായത് പച്ചക്കറി സാധനങ്ങൾ മാർക്കറ്റ്, അതേപോലെ തന്നെ വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് കൊടുക്കണ വലിയ മാർക്കറ്റ്. ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഉള്ളി നമ്മുടെ നാട്ടിലൊക്കെ വരണല്ലേ. ഫുള്ളുള്ളി, ഒടുക്കത്തെ വെയിലുമാണ്. പിന്നെ ഇവിടെ നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊന്നും കാണുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എവിടേക്ക് പറഞ്ഞേ? എവിടെ റൈറ്റാ? കൊറേ ഇല്ല, റൈറ്റ് ലെഫ്റ്റ്. ഉള്ളിയുടെ ഒക്കെ മാർക്കറ്റ് കണ്ടോ, ഫുള്ള്. പക്ഷെ ആൾക്കാരൊന്നുമില്ല, ഫുള്ള് ഗോഡൗണുകളല്ലേ. ഇത്രമാത്രം ഉള്ളിയൊക്കെ ഇവിടുന്നാ? മൊത്തം കേരളത്തിലുള്ള ഫുള്ള് ഇവിടെ തന്നെ ആയിക്കാരല്ലേ. നമ്മളൊക്കെ യൂസ് ചെയ്യണ ഉള്ളി, വെളുത്തുള്ളി, ചീരുള്ളി, എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓരോരോ ജംഗ്ഷനിൽ പോകുമ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് റൈറ്റ് പോയാൽ നിന്ന്. ഇവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞ് ഇവിടുന്ന് എടുക്കാൻ പോവാ പറഞ്ഞേ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാ. അതെങ്ങനെയാ? ഫുള്ള് വേസ്റ്റുകളാട്ടോ ഇവിടെ. ഇതെന്താ ഉള്ളി കൂട്ടിയിട്ട് ഉള്ളിൻ്റെ തോട്. എങ്ങനെ എങ്ങനെ അല്ലടാ ഇവിടെ ഇത് വേറെ മാർക്കറ്റ്. ഫുള്ള് വണ്ടികളുടെ പാർട്സ്, എൻജിന്, സ്പെയർ പാർട്സുകൾ, എൻജിനുകളൊക്കെ വലിയ വലിയ ലോറിൻ്റെ ലൈലാൻഡിൻ്റെ ഒക്കെ എൻജിന്. വലിയ മാർക്കറ്റാണല്ലേ. ആ ഉണ്ടാ? നമ്മൾ ഒരുപാട് സ്ഥലം വിചാരിച്ചിരുന്നു, കുറേ ആൾക്കാരെ കണ്ട് നമ്മൾ ഓരോ മാർക്കറ്റ് പോയി. പക്ഷെ അവിടെ ഒന്നും നമ്മൾ വിചാരിച്ച സംഭവമില്ല. ഒന്നാമത്തെ പ്രശ്നം തന്നെ നമ്മൾ കറക്റ്റ് സ്ഥലം അറിയാതെയാണ് വന്നത്. ഇവിടെ പല ഭാഗങ്ങളിലുണ്ട്, പക്ഷെ പലതും സീസണല്ല. അതേപോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റ് മാത്രം കാണുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ നമുക്കൊരു സ്ഥലം പറഞ്ഞു തന്നെ, അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫാമേഴ്സിനെ കാണാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഇനി അവിടെ പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ അവിടെ ഫാമേഴ്സ് ഉണ്ടോ, സംഭവം ഉണ്ടോ എന്നൊക്കെ. ഇവിടെ കണ്ടറിഞ്ഞ് ഓട്ടോടെ കിട്ടുക. ഇപ്പോൾ ഇവിടുന്ന് ഓട്ടോക്ക് നമ്മളിപ്പോൾ 4-5 കിലോമീറ്റർ നടന്ന് എന്നിട്ടൊന്നും സംഭവം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടുന്ന് അടുത്ത് ഓട്ടോ വിളിച്ചിട്ട് പോകണം. ഓട്ടോ സ്റ്റാൻഡ് എവിടാ? ഓട്ടോ സ്റ്റാൻഡ് തന്നെ അല്ലേ? ഓട്ടോ ആണ് ഇവിടുത്തെ കളർ അങ്ങനെയല്ല ഓട്ടോ. ശരിക്കും ഇങ്ങനെയൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ഒരു കോണ്ടാക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ ഒക്കെ ശരിക്കും അറിയണം. അത് കാണിച്ചെടുത്ത പഴം ഇതെന്താണ് ആയിരിക്കണേ ചണ്ട പോലെ? കുമ്പളോ? കരിമ്പ് ജ്യൂസാണോ? ഓക്കെ അണ്ണാ. എവിടെ ദൂരം ഇറക്കണ്ണ? പകത്തില്ല. നമ്മളപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് ശരിക്കും ഓട്ടോ വിളിച്ച് പോവാണ്. ഓട്ടോക്കാർക്കും കറക്റ്റ് അറിയില്ല എവിടെയാണ് സംഭവം എന്ന്. അപ്പോൾ നമ്മൾ
ഓരോ സ്ഥലത്ത് എത്തിയിട്ടും അവിടെയുള്ള ഓട്ടോക്കാരോട് ചോദിച്ചിട്ട് നമ്മൾ പോണത്. എന്നാൽ നമ്മളടുത്ത് നമ്മൾ വന്നത് ട്രെയിനിനും ബസ്സിനും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ലോക്കൽ ഏരിയകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ഓട്ടോ വിളിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറേണ്ടി വരും. ചില ബസ്സുകൾ ലോക്കൽ ഏരിയകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവിടെ ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി എന്തായാലും അടുത്ത് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കുറേ നടന്നതിന് ശേഷം വിചാരിച്ച സ്ഥലത്ത് എത്തി നമ്മൾ 1-2 ഫാമേഴ്സിനൊക്കെ കണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തേക്ക് വരുന്ന നമ്മുടെ കേരളത്തിലേക്ക് ഈ പ്രൊഡക്റ്റ് വരുന്ന ഏരിയകളും ആഴ്ചയിൽ ടണ്ണ് കണക്കിനാണ് നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയും ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഈ സ്ട്രീറ്റ് കൂടി നടക്കുകയാണ്. ഇവിടെ നടന്നാലേ നമുക്ക് ഇനി അവരൊറ്റൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇത് എവിടെയൊക്കെ കൃഷി ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ഓൾറെഡി അത് സീസൺ അല്ല, അതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജാനുവരിയാണ് മെയിനായിട്ട് സീസണൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോസ് കിട്ടില്ല. നമുക്ക് ഓൾറെഡി അവരോട് സംസാരിക്കാനും പിന്നെ അതെങ്ങനെ അവർ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാനേ കഴിയുള്ളൂ. മറ്റേ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഉള്ള സംഭവങ്ങൾ അവിടെ സ്റ്റോക്ക് ഉള്ള സാധനം നമ്മൾ മൊത്തം എടുത്ത് ആ സ്റ്റോക്കിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലൊക്കെ സാധനം വരുന്നത്. ഏറിപ്പോയ ഒരു പകുതി മുക്കാലും നമ്മളുടെ ഈ സൈഡിൽ നിന്നാണ്, കേരളത്തിൽ നിന്ന് തന്നെ. കേരളത്തിൽ ഫുള്ളായിട്ടുള്ള വരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ആൾക്കാരെടുത്തിട്ടുണ്ടോ കാര്യം? എങ്ങനെ ഏകദേശം നമ്മൾ അടുത്ത ലൊക്കേഷൻ, ഏകദേശം നല്ല രസമുള്ള സ്ഥലം. ആ ഓല ഇട്ട് നോക്ക്. എങ്ങനെ വൃത്തിയില്ലാത്ത രീതിയിലല്ലേ കൊരക്കുണ്ടാ. നമ്മളുടെ ഇവിടെ ഉള്ള പരിപാടികൾ പൊള്ളാച്ചിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഒരുപാട് ഫാമേഴ്സിന് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട്, കുറേ നടന്ന്, കുറേ ഓട്ടോയിലും ബസ്സിലും ഫുള്ള് കയറി. ഭയങ്കര വെയിലാണ് ഇവിടെ, ഒടുക്കത്തെ വെയിലാണ്. ഇനി നമ്മളടുത്തത് ഇപ്പം നമ്മളുള്ള പുത്തൂർ ഭാഗത്താണ്. അപ്പോൾ ഇവിടുന്ന് ഇനി പൊള്ളാച്ചിയിലേക്ക് തന്നെ പോകണം. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മൾ റൂമുള്ളത്. അവിടെ പോയിട്ട് റൂമിൽ പോകണം, ഭക്ഷണം കഴിക്കണം. ഇനി ഒരാളും കൂടി വരാനുണ്ട്. അപ്പോൾ ആളിന്ന് നാട്ടിൽ നിന്ന് കയറിയിട്ട് ആൾ ഇവിടെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന് പാലക്കാട് എത്തും. ഇവിടെ പാലക്കാട് നിന്ന് ആൾ പൊള്ളാച്ചിക്ക് എത്തണം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഏകദേശം തമിഴ്നാടിൻ്റെ വേറെ ഭാഗത്തേക്ക് പോകും. പൊള്ളാച്ചി വിട്ടിട്ട് നമുക്ക് ദിണ്ടിഗൽ, ട്രിച്ചി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വേറെ സ്ഥലങ്ങൾക്ക് പോകണം. എന്നിട്ട് അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും കാണണം. ശരിക്കും നടന്നിട്ട് ഊപ്പാട് ഇളകിക്കണേ എല്ലാവരുടെയും. അതെ, ശരി. അപ്പം ഇനി അടുത്ത ആളൊക്കെ വന്നിട്ട് അടുത്ത പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ വരാം. ബ്രാൻഡിന് വേണ്ടി അങ്ങനെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പൊള്ളാച്ചിത്തെ റൂം നമ്മൾ ഉച്ചക്ക് വന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും റൂമിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പാലക്കാട്ടേക്ക് തന്നെ പോവുകയാണ്. അതായത് നാട്ടിൽ നിന്ന് നമ്മളുടെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ആള് പാലക്കാട് എത്തും. പാലക്കാട് എത്തുമ്പോഴത്തിന് ഞങ്ങൾക്ക് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് എത്തണം. എന്നിട്ട് അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, വേറെ ട്രിച്ചി ഭാഗത്തേക്ക്, അതുപോലെ ദിണ്ടിഗൽ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാനുണ്ട്. അപ്പം ഇനി അടുത്തത് അവിടെ എത്തിയിട്ട് കാണാം. അതെ, ഞങ്ങളിവിടെ പാലക്കാട് എത്തി. അതേപോലെ തന്നെ സിറാജും ട്രെയിനിൽ നിന്ന് വന്ന്. സിറാജ് ഞങ്ങളിപ്പോഴാണ് കണ്ടുമുട്ടത്. ഞങ്ങളെ മുന്നിൽ കൂടി വെച്ച് പോയത്. എന്തായി നമ്മളിനി ഇന്ന് പാലക്കാട് എത്തിയപ്പോൾ സിറാജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ട്രിച്ചിയിലാണ് പോണത്. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ട്രിച്ചി പോകണം. അപ്പോൾ ട്രിച്ചിയിൽ ചിലപ്പോൾ നാളെ കാലത്തായിരിക്കും എത്തുക.
അപ്പോൾ ഇനി ട്രിച്ചിലെത്തിയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോവാണ് ഇവിടുന്ന്, പാലക്കാട്ടിൽ നിന്ന്. അങ്ങനെ കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് 12:30 നമുക്ക് തിരുച്ചിറപ്പള്ളി ട്രിച്ചി പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഓരോരുത്തർ പോയി കാണണം, ഓരോ സ്ഥലങ്ങൾ പോയി നോക്കണം. സിറാജ് ഉണ്ട്, എന്ത് 2 ദിവസം ചോടിയായിരുന്നു, 2 ദിവസം പെരേല്, 2 ദിവസം എവിടെയായിരുന്നു പെരേല്. 2 ദിവസം കുറച്ച് ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ പരിപാടികളൊക്കെ നോക്കി നടത്തിയത് അല്ല. ഇപ്പോൾ 2 ദിവസം ഇല്ലാത്തതുകൊണ്ട് നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കി നടത്താൻ പറ്റി. എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് പാലക്കാട് എത്തിയ ആള്. ഇനി അടുത്ത് നമ്മൾ ട്രിച്ചി. നമുക്ക് ട്രിച്ചി കാണിഞ്ഞ് പോകേണ്ടത്. ട്രിച്ചിയിൽ നമ്മൾ ഇന്ന് ചെയ്ത അതേപോലെ തന്നെ അവിടെ ബാക്കിയുള്ളത് ചെയ്യാൻ പോണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു സ്ഥലവും അറിയില്ല. നമ്മളൊക്കെ അവിടെ പോയിട്ട് തേടി കണ്ടുപിടിച്ചിട്ട് വേണം ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലത്തെയും കൂടി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും തരുന്നുണ്ട്. എന്തായാലും ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക.